ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അസ്സിയാമു ജുന്ന. വിവിധ തരത്തിൽ ഈ ഹദീസിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അസ്സിയാമു ജുന്ന, നോമ്പ് എന്നത് പരിചയാണ്. നമുക്കറിയാം, പരിച എന്നത് ഒരു യുദ്ധഭൂമിയിൽ പ്രയോഗിക്കേണ്ട ഒരായുധമാണ്. ആലങ്കാരികമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ പരിചയാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ നമ്മളിവിടെ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദാസനായി ദാസിയായി വിശുദ്ധ ഖുർആനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സമര ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സമര ജീവിതത്തിൽ നന്മകളെ നമുക്ക് ആവാഹിക്കാനും ഉൾക്കൊള്ളാനും തിന്മകളെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നന്മകൾ ഏകപക്ഷീയമായി നിർവഹിക്കാനുള്ള ഒരു സാഹചര്യമോ കാലാവസ്ഥയോ അല്ല അള്ളാഹു വിശ്വാസിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. തിന്മകളെ അതിജീവിച്ചുകൊണ്ട്, തിന്മകളെ പ്രതിരോധിച്ചുകൊണ്ട് സത്യത്തെ, നന്മയെ, ശരിയെ തിരഞ്ഞെടുക്കുക എന്നത് ഒരു പരീക്ഷണമാക്കി വച്ചിരിക്കുകയാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള ശത്രുക്കളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇഹ്ബിത്തു മിൻഹ ജമിയാൻ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പുറത്തു പോവുക എന്ന് പറയുന്ന ഭാഗങ്ങളിലൊക്കെ പല ഭാഗത്തായി കാണാം ബഅലുക്കും ലി ബഅലിൻ അദുവൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ശത്രുക്കളാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതേപോലെ ഇന്ന ശൈത്താന ലക്കും അദുവൻ, തീർച്ചയായും നിങ്ങൾക്ക് പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഹിദുഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി പ്രഖ്യാപിച്ചു കൊള്ളുക, കരുതിക്കൊള്ളുക എന്ന്. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു, നിങ്ങളുടെ അന്തരംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛ അത് നിങ്ങളോട് തിന്മയെ നിങ്ങളോട് പ്രചോദിപ്പിക്കുന്നതാണ്, അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ ഈ ഭൗതിക ലോകത്ത് മനുഷ്യനെ ആകർഷിക്കുന്ന ഭൗതിക ജീവിതത്തിലെ സുഖാഡംബരങ്ങളും സുഖലോലുപതയും അതിൻ്റെ പളപളപ്പും അത് മനുഷ്യനെ മാടി വിളിക്കുന്നതും തിന്മകളിലേക്ക് പ്രചോദിപ്പിക്കുന്നതുമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ പ്രകടമായ നിലയിൽ തന്നെ സത്യത്തിൻ്റെ വക്താക്കളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, വംശീയമായി തന്നെ തുടച്ചു നീക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശത്രു സംഘങ്ങളെ നമുക്കറിയാം. പണ്ട് മുതൽ പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ആളുകള് ഇവിടെ ശത്രുക്കളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ തുൽഖൂന ഇലൈക്കും ബിൽ മവദ്ദ, നിങ്ങൾ ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ, ലാ തത്തഖിദു അദുവി വഅദുവക്കും ഔലിയാ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത്, ചങ്ങാതിമാരാക്കരുത്, വിശ്വസ്തരായ സുഹൃത്തുക്കളാക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരിലേക്ക് നിങ്ങൾ സ്നേഹവും അനുകമ്പയും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലെല്ലാം തന്നെ ഒരു സത്യവിശ്വാസ ജീവിതത്തിന് മനുഷ്യന്റെ അകത്തും പുറത്തും, അവന്റെ മനസ്സിലും ശരീരത്തിന്റെ ഇച്ഛയായും മനോവിചാരങ്ങളായും അതേപോലെ പുറത്ത് ബാഹ്യ ശത്രുക്കളായും ഒക്കെ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ, അവരെ ആ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാനും പ്രലോഭിപ്പിച്ചും പ്രകോപിപ്പിച്ചും ആക്രമിച്ചും ഭയപ്പെടുത്തിയുമെല്ലാം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ യുദ്ധമുഖത്ത് കയ്യിൽ പിടിക്കാനുള്ള ഒരു പരിചയമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അസിയാമു ജുന്നത്തുൻ ഫലാ യർഫുസ് വലാ യജ്ഹൽ, നോമ്പ് എന്ന് പറയുന്ന ഒരു പരിചയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അശ്ലീലത നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അശ്ലീലമായ വാക്കുകളോ സ്വഭാവങ്ങളോ പ്രവർത്തനങ്ങളോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്.
നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പരിസരം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ അശ്ലീലതകളും ആഭാസങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയൊക്കെ മനുഷ്യനെ അവനെ ഇക്ലിപ്പെടുത്തുന്ന, മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന പലതരത്തിലുള്ള ചോദനകൾ അവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യൻ അതിലേക്ക് വഴുതി വീണു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ, അരുത് എന്ന് പറയാൻ അവിടെ നോമ്പ് നമുക്ക് പരിചയമായി നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസിയാമു ജുന്നത്തുൻ ഫലാ യജ്ഹൽ. അയാൾ അജ്ഞത കാണിക്കരുത്, വിവരക്കേട് കാണിക്കരുത്. മനുഷ്യൻ എപ്പോഴും, ഒരു സത്യവിശ്വാസി എപ്പോഴും നല്ല വിവരമുള്ളവനും ബോധമുള്ളവനും ബോധ്യമുള്ളവനുമായിരിക്കണം. നല്ല വിവേകമുള്ളവനായിരിക്കണം, തിരിച്ചറിവുള്ളവനായിരിക്കണം. അവൻ അവിവേകിയാവരുത്, അല്പജ്ഞാനിയാകരുത്, എടുത്തുചാട്ടക്കാരനാവരുത്, അതേപോലെ തന്നെ മുൻധാരണയോടുകൂടി പ്രവർത്തിക്കുന്നവനാകരുത്, അർദ്ധസത്യങ്ങൾ ഏറ്റെടുക്കുന്നവനാകരുത്, കുപ്രചാരണങ്ങൾക്ക് വശംവദനാവരുത്, കിംവദന്തികൾ ഏറ്റുപിടിക്കുന്നവനാവരുത്. അവൻ എപ്പോഴും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യകാരണ സഹിതം വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നവനും ശരിയായ അറിവുള്ളവനുമായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നോമ്പ് എന്നത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ആ മാസത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ തികഞ്ഞ അറിവും ഉൾക്കാഴ്ചയും നേടി നല്ല പക്വമതിയായ ജ്ഞാനിയായി മാറണം എന്ന് ആ ഹദീസ് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തൻ അൻ യദഅ തആമഹു വശറാബഹു. ആ ഹദീസിലും കാണാൻ കഴിയും, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹ്ല. ആരെങ്കിലും അനാവശ്യമായ വർത്തമാനങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും അജ്ഞതയും ഒഴിവാക്കുന്നില്ലെങ്കിൽ വെറുതെ പട്ടിണി കിടക്കേണ്ട ആവശ്യം അല്ലാഹ്ക്കില്ല എന്നാണ്. അപ്പോൾ അറിവ് നേടാൻ അജ്ഞതയ്ക്കെതിരെയുള്ള പരിചയമായി നോമ്പിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വിശുദ്ധ ഖുർആനിലൂടെ വിദ്യാഭ്യാസം നേടുകയും ചെയ്യണമെന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അതേപോലെ തന്നെ ഖുർആൻ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസിയാമു ജുന്നത്തുൻ ക ജുന്നത്തി അഹദിക്കും മിനൽ ഖിത്താൽ. നിങ്ങൾ പോർക്കളത്തിൽ ഇറങ്ങി ശത്രുവിനെതിരെ പോരാടുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിന് കവചമായി ഉപയോഗിക്കുന്ന പരിചയമുണ്ടല്ലോ, അതേപോലെയാണ് നിങ്ങൾക്ക് നോമ്പ് എന്ന് പറയും. അപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഒരു പരിസരത്ത് സാമൂഹികമായി ബാഹ്യമായി പലതരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണികളും ആക്രമണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ശത്രുവിനെതിരിൽ ശരിയായ നിലയിൽ ആർജവത്തോടെ ആത്മാഭിമാനത്തോടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടെടുക്കാനും ഉറച്ചു നിൽക്കാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കണം എന്നാണ്. അതിന് നോമ്പ് പ്രചോദനമായി തീരണം എന്നാണ്. ഏതുപോലെ എന്നാൽ ഇസ്ലാമിലെ ആദ്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച യുദ്ധം, ബദർ യുദ്ധം, അത് അരങ്ങേറിയത് തന്നെ ആദ്യത്തെ റമളാനിലായിരുന്നല്ലോ, 17ാമത്തെ പകലിൽ. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം തിന്മയ്ക്കെതിരിലുള്ള ചെറുത്തു നിൽക്കാനും വിസമ്മതത്തിന്റെ കരുത്താവാനുമുള്ള ഒരു പരിചയം ശക്തിയും നോമ്പ് സമ്മാനിക്കുകയാണ്. നോമ്പ് പരിചയമാണ് എന്ന് പറയുമ്പോൾ നോമ്പ് നമ്മുടെ മനസ്സിൽ ചില തരത്തിലുള്ള നന്മയുടെ ഇച്ഛാശക്തി ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. തിന്മയ്ക്കെതിരിൽ നന്മയ്ക്കനുകൂലമായ ഒരു വലിയ ഇച്ഛാശക്തി രൂപപ്പെടുത്തുകയാണ് വ്രതാനുഷ്ഠാനം ചെയ്യുന്നത്. അള്ളാഹുലുള്ള വിശ്വാസം, ദൃഢബോധ്യം, പരലോകത്തിലുള്ള ഉറച്ച വിശ്വാസം, തിന്മകൾക്കെതിരെ ഉറച്ചു നിൽക്കാനുള്ള ശരീരത്തിൻ്റെ വ്രതാനുഷ്ഠാനത്തിലൂടെയുള്ള കരുത്ത്, വിസമ്മതത്തിൻ്റെ ഒരു മനോഭാവം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ മനസ്സിൽ പരിചയം രൂപപ്പെടുത്താനും നമുക്ക് തിന്മകൾക്കെതിരെ ചെറുത്തു നിൽക്കാനും സാധിക്കും. അതിലൂടെ ഈ സമരഭൂമിയിൽ നമുക്കൊരു ശരിയായ വിശ്വാസിയായി ആരുടെയും പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വശംവദരാകാതെ നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ.